നമ്മൾ നമ്മുടെ 40-ാം വയസ്സിലും മതിയായ സാമ്പത്തികം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. കുടുംബത്തിന്റെ ഉത്തരവാദിത്തം, കുട്ടികളുടെ പഠനം, ലോൺ, EMI എന്നിവ നമുക്കുണ്ടാകാം. എന്നാൽ സേവിങ് കുറവുമായിരിക്കും. എന്നാൽ ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം സമ്പത്തുണ്ടാക്കാൻ ഇനിയും സാധിക്കുമെന്നതാണ്. അതിന് നമ്മുടെ കയ്യിൽ കോടി രൂപകളുടെ ആവശ്യമൊന്നുമില്ല. വേണ്ടത് വ്യക്തമായ ഒരു പ്ലാനാണ്. അതിന്റെ ആദ്യ പടി നമ്മുടെ പണം എവിടെ പോകുന്നു എന്ന് കണ്ടെത്തുക. ആവശ്യമായ ചിലവുകൾ നടത്തുക, അനാവശ്യമായ ഒഴിവാക്കുക. നിർബന്ധമായും ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഏകദേശം 6 മാസം വരെ ചിലവിന് വരുന്ന തുക എമർജൻസി ഫണ്ടായി സേവ് ചെയ്യുക. ഇത് നിങ്ങൾക്കുണ്ടാകുന്ന പല എമർജൻസി സിറ്റുവേഷനും കൈകാര്യം ചെയ്യാൻ നമ്മളെ സഹായിക്കും. ഇൻവെസ്റ്റിംഗ് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ തുടങ്ങുക. സിമ്പിളായി തുടങ്ങാം. മ്യൂച്വൽ ഫണ്ട്, PPF, RD എന്നിവ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. 1000 അല്ലെങ്കിൽ 2000 രൂപയ്ക്ക് തുടങ്ങിയാൽ മതിയാകും. നമുക്ക് തുടക്കത്തിൽ അടയ്ക്കാൻ കഴിയുന്ന തുകയിൽ തുടങ്ങി പിന്നീട് അത് കൂട്ടി കൊണ്ടുവരിക. നമ്മുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. പാസീവായി ഇൻകം ക്രിയേറ്റ് ചെയ്യാം, സൈഡ് ഇൻകം ജനറേറ്റ് ചെയ്യാം, നമ്മുടെ സ്കിൽ, എക്സ്പീരിയൻസ് എന്നിവ ഉപയോഗിച്ച് അധിക വരുമാനം കണ്ടെത്തും. ചെറിയ എക്സ്ട്രാ ഇൻകം പോലും നമ്മുടെ ഭാവി മാറ്റിമറിക്കും. നമ്മുടെ ഇൻകം കൂട്ടാൻ വേണ്ടി പെട്ടെന്ന് പണമുണ്ടാക്കുന്ന സ്കീമുകളിൽ പോയി പെടരുത്. അറിവില്ലായ്മ മൂലം തെറ്റായ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. ഇവ നിങ്ങളുടെ ഗ്രോത്തിനെ നശിപ്പിക്കുന്നു. വൈകി തുടങ്ങുന്നത് പ്രശ്നമില്ല, ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങാത്തതാണ് പ്രശ്നം. ചെറിയ തുകയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, സ്ഥിരതയോടെ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മുടെ ഫ്യൂച്ചർ മാറും. ഈ വീഡിയോ ഉപയോഗപ്രദമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒത്തുചേർന്ന് ഗ്രോ ചെയ്യാം.